നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന ചോദ്യങ്ങൾ സ്മാർട്ട് PYQ സെഷനാണുള്ളത്. അതായത് പഴയ ചോദ്യങ്ങൾ ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 126/2017 ആണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകൾ LGS എക്സാം, LDC, സ്റ്റോർ കീപ്പർ തസ്തിക, അതേപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക തുടങ്ങിയ എല്ലാ കേരള PC പരീക്ഷകൾക്കും വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയൊരു വീഡിയോ ആണ്. അപ്പോൾ ദിവസവും ഓരോ ചോദ്യപേപ്പർ വീതം പഴയകാല ചോദ്യങ്ങൾ, പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കാം. പ്രത്യേകിച്ചും തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വളരെ സിമ്പിളായ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ്. വളരെ സിമ്പിൾ ചോദ്യങ്ങൾ 2017 ചോദ്യമാണ്. ഇപ്പോഴും 2025-ലും 2026-ലുമൊക്കെ ആവർത്തിച്ച് കണ്ടുവരുന്ന ചോദ്യപേപ്പറാണിത്. കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സംശയമുള്ള ഭാഗങ്ങൾ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? താഴെ പറയുന്നവയിൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ എ, സിന്ധു നദി. സിന്ധു നദി. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിന്ധു നദി. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ആനമുടി. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ആനമുടി. ആനമുടി. അടുത്ത ചോദ്യം, രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഒട്ടകം. രാജസ്ഥാൻ മരുഭൂമിയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ്? ഒട്ടകം. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? ആൻസർ കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. അടുത്തത്, ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്? ആൻസർ മാർച്ച് മുതൽ മെയ് വരെ. മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. മാർച്ച് മുതൽ മെയ് വരെ. അടുത്ത ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ സി, മേഘാലയ. മേഘാലയ. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. നെക്സ്റ്റ് വൺ, ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ ബി, 36. ലക്ഷദ്വീപ് സമൂഹത്തിലെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 36. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ആൻസർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. ആൻസർ കൊൽക്കത്ത. ഇന്ത്യയിൽ മെട്രോ റെയിൽ ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? കൊൽക്കത്ത. നെക്സ്റ്റ് വൺ, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി, ജനുവരി 26.
ജനുവരി 26. നമുക്കറിയാവുന്ന കരുതി വേഗം നമ്മൾ കറുപ്പിക്കാൻ ചൊല്ലും. കറുപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓപ്ഷൻ ബി മറന്നു പോകും, വേറെ ഏതെങ്കിലും കറുപ്പിക്കുകയും ചെയ്യും. പക്ഷെ നമുക്കറിയാവുന്ന ആൻസർ തന്നെയായിരിക്കും അത്. പക്ഷെ കറുപ്പിക്കുമ്പോൾ അപ്പോൾ ശ്രദ്ധിച്ച് വേണം. ബി ആണ് നമ്മൾ ഉത്തരം കണ്ടതെങ്കിൽ ആ ബി തന്നെ പോയി കറുപ്പിക്കാൻ ശ്രദ്ധിക്കണം. ആക്രാന്തം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ അറിയാം അതൊരു കോൺഫിഡൻസോട് വേഗം പോയി നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഏതാണ് നമ്മുടെ കണ്ടെത്തിക്കുന്ന ഉത്തരം, ബി ആണോ സി ആണോ നോക്കി ആ ബി തന്നെ വേണം നമ്മൾ ആ ക്വസ്റ്റ്യന് നേരെ മാർക്ക് ചെയ്യാൻ. ഒരിക്കലും മാറിപ്പോകരുത്. അപ്പോൾ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഉണ്ടായിരിക്കണം, നമ്മളവിടെ ഉണ്ടായിരിക്കണം, ശ്രദ്ധ അവിടെ മാത്രം തന്നെ ആയിരിക്കണം എന്നർത്ഥം. അത്രയേ ഉള്ളൂ. റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് ജനുവരി 26 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? മാർക്ക് ചെയ്യുമ്പോൾ മാറിപ്പോകരുത് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആരാണ്? ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. സിമ്പിൾ ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന, പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? ആൻസർ നമുക്ക് ഓൾറെഡി നല്ലവണ്ണം അറിയാവുന്ന ആൻസറാണ്. ഓപ്ഷൻ എ ആണ്, 2005. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്? 2005. നെക്സ്റ്റ് വൺ, നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം. നമ്മുടെ ദേശീയ പതാകയുടെ മുകളിലത്തെ നിറം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കുങ്കുമം. കുങ്കുമം, മുകളിൽ കുങ്കുമം. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നമുക്കിവിടെ എഴുതാം, ജസ്റ്റിസ് ബാക്കി എന്താണ് വരുന്നത്? ജസ്റ്റിസ് വി രാമ സുബ്രഹ്മണ്യൻ. അറിയാമല്ലോ, വി രാമ സുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തത് 26 വരുമ്പോൾ. ഓക്കെ, വി രാമ സുബ്രഹ്മണ്യൻ എന്നാണ് ഉത്തരം വരേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ വി രാമ സുബ്രഹ്മണ്യൻ എന്നാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ്? നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള സമയം എത്രയാണ്? ആൻസർ നമുക്കറിയാം. ആൻസർ ഓപ്ഷൻ സി, 52 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കുന്നതിന് എടുക്കുന്ന സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏതാണ്? ഫസ്റ്റ് സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. വർഷം ഏതാണെന്ന് പറയാം. 1917 ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബീഹാറിലാണ് ചമ്പാരൻ. ബീഹാറിലാണ് ചമ്പാരൻ വരിക. ഓക്കെ, അപ്പോൾ ഖേദ അല്ലെങ്കിൽ അഹമ്മദാബാദ് സമരം കിടപ്പുണ്ടല്ലോ. ഖേദ സമരം, അഹമ്മദാബാദ് സമരം. ഖേദ എന്ന് പറയുമ്പോൾ വർഷം ഇത് വരും 1918 ഖേദ സത്യാഗ്രഹം. അഹമ്മദാബാദും 1918 തന്നെയാണ്. ഓക്കെ, ഖേദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭമാണെന്ത്? ഖേദ സമരം. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ സമരമാണ്, പ്രക്ഷോഭമാണെന്ത്? ഖേദ സമരം എന്ന് പറയുക. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ഗാന്ധിജിയാണ്. ഇനി അഹമ്മദാബാദ് മിൽ സമരം, തുണിമിൽ സമരമാണ്. തുണിമിൽ തൊഴിലാളികളാണ് അവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ അവിടെ
നേതൃത്വം കൊടുക്കുന്ന ആരാണ്? ഗാന്ധിജിയാണ് നേതൃത്വം കൊടുക്കുക. അപ്പം ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടുത്തത് 1918 രണ്ടെണ്ണം. ഖേദാ സമരവുമുണ്ട്, അഹമ്മദാബാദ് സമരമുണ്ട്. എപ്പോഴും ഗാന്ധിജി തൊഴിലാളികളുടെ കൂടെയും കർഷകരുടെ കൂടെയും അതുപോലെ ഹരിജനങ്ങളുടെ കൂടെയും ഒക്കെ അവരുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഗാന്ധിജി എപ്പോഴും. അപ്പോൾ ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യത്തെ സമരം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം. അതിൻ്റെ വർഷം കൂടി ഞാനൊന്ന് പറഞ്ഞു, സ്ഥലവും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമാണ് ജയ് ഹിന്ദ് എന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ അസഫ് അലി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധി യുഗം എന്നറിയപ്പെടുന്നത് എന്നാണ്? ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരങ്ങളെപ്പറ്റി നമുക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹങ്ങളെപ്പറ്റി നമുക്കറിയാം. ഇതിൽ നമുക്കതിൻ്റെ ആൻസർ ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചമ്പാരൻ ഞാൻ പറഞ്ഞു 17 പറഞ്ഞു അല്ലേ, അഹമ്മദാബാദ് 18 പിന്നീട് വരുമ്പോൾ 1919 ജാലിയൻവാലാബാഗ് സമരമുണ്ട്. ഗാന്ധിജിയുടെ മറ്റു സമരങ്ങൾ ഏതൊക്കെയാണ്? 1920 20 അദ്ദേഹം കൊടുത്തെന്താണ്? നിസ്സഹകരണ സമരം നിസ്സഹകരണ സമരം ഓർത്തിരിക്കുക. ഇവിടെ നിസ്സഹകരണ സമരം 1920 അദ്ദേഹം കൊണ്ടുവരുന്നത്. അതും ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളിലൊന്നാണ്. നമുക്കൊന്നുകൂടെ റിവൈൻഡ് ചെയ്യാം. അത് 17 ചമ്പാരനായിരുന്നു, 18 എന്താണ്? ഖേദയും അഹമ്മദാബാദും ഉണ്ട്, 20 എന്താണ്? നിസ്സഹകരണ സമരമാണ് അല്ലേ. അപ്പോൾ ഇവിടെ 19 നടക്കുമെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? അവിടെ വേറൊരു പ്രശ്നമായിരുന്നു. അവിടെ ജാലിയൻവാലാബാഗ് കൂട്ടൊക്കെ നടക്കുന്ന സംഭവം അല്ലേ. അതിൻ്റെ പശ്ചാത്തലം ഇവിടെ നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ 20 ആര് കൊടുക്കുന്നതാണ്? ഗാന്ധിജി നേതൃത്വം കൊടുക്കുന്ന നിസ്സഹകരണ സമരമാണ്. ഗാന്ധി നേതൃത്വം നടക്കുന്നതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ്, ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനാണ്? എന്തിനു വേണ്ടിയാണ് ഗാന്ധിജി വന്നത്? ആൻസർ ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലേക്ക് വന്നത്. ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി എവിടേക്ക് വന്നത്? കേരളത്തിലേക്ക് വന്നത്. നെക്സ്റ്റ് ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഗാന്ധിജി ഏത് പരീക്ഷയ്ക്ക് LGS ആയാലും LDS ആയാലും ഗാന്ധിജിയുടെ സത്യാഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദ്യമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഉണ്ടാവുകയില്ല. PSC പഠിക്കുന്ന ആര് തന്നെയായാലും ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സമരങ്ങളെക്കുറിച്ച് പഠിച്ചിരിക്കണം. ഓക്കെ, ഒന്നുകൂടി ഇതാദ്യമായി എഴുതുന്നവർക്ക് വേണ്ടി മാത്രം പറയുന്നതാണ്, എല്ലാവർക്കൊക്കെ നല്ലോണം അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്ത ചോദ്യം, 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു അല്ലേ? ഇപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇപ്പോഴത്തെ നമ്മുടെ സിലബസ് അതുണ്ട്. ഓക്കെ, 1961 ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിന് മുൻപ് ഗോവ ഏത് വിദേശ രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു? ആൻസർ ഏതാണ്? പോർച്ചുഗീസുകാരുടെ അധീനതയിലായിരുന്നു. 1961 ഗോവ സ്വതന്ത്രമാവുക അല്ലേ. ഓപ്പറേഷൻ വിജയിലൂടെയാണ് ഗോവ സ്വതന്ത്രമായി മാറുന്നത്. അതിനു മുമ്പ് പോർട്ടുഗീസുകാരാണ് ഗോവ അടക്കി ഭരിച്ചത് അല്ലേ. 100 വർഷങ്ങളോളം അല്ലേ ഗോവ അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്നു അവർ. ഓക്കെ, പോർച്ചുഗീസുകാർ. നെക്സ്റ്റ്, ദേശീയ തലസ്ഥാന പ്രദേശം ഏതാണ്? ആൻസർ നമുക്കറിയാം, ഡൽഹിയാണ്. ദേശീയ തലസ്ഥാന പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഏതാണ്?
ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം ഏതാണ്? 1962 ഇന്ത്യ ചൈന യുദ്ധം 62. ഓക്കെ, 62 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ഇനി ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. ഈ ചൗരി ചൗര സംഭവത്തിൻ്റെ വർഷം എന്നും അറിയാൻ പറ്റുമോ? 1922 എന്താ ചൗരി ചൗര സംഭവം ഇല്ലേ? അപ്പോൾ നിസ്സഹകരണ സമരം എന്നായിരുന്നു, കുറച്ച് മുന്നേ പറഞ്ഞു ഇല്ലേ? നിസ്സഹകരണ സമരം എന്നായിരുന്നു 1920 അല്ലേ? 1920 നിസ്സഹകരണ സമരം. ഗാന്ധിജി അത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലേ, അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് വന്നു? ചൗരി ചൗര സംഭവത്തോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? നിർത്തിവെക്കാൻ കാരണം. അപ്പം ഗാന്ധിജി, ഇത് സ്ഥിരം ക്വസ്റ്റ്യനാണ്, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം എന്താണ്? ചൗരി ചൗര സംഭവം. അപ്പോൾ ഞാൻ വർഷം കൂടി പറയാമെന്ന് പറയും. ഈ വർഷം അനുസരിച്ചിട്ട് നിങ്ങൾ കാലഗണനാക്രമത്തിൽ അല്ലേ, മുൻഗണനാക്രമത്തിൽ എഴുതാൻ പറയുന്നതൊക്കെ ചോദിക്കും. അപ്പം ഈ വർഷങ്ങൾ എപ്പോഴും ചോദിക്കാം. ജാലിയൻ വാലാബാഗ് സംഭവത്തിൻ്റെ വർഷം 1919, നിസ്സഹകരണ സമരം 1920, ചൗരി ചൗര സംഭവം 1922. ഈ വർഷങ്ങളാണ് എപ്പോഴും മിക്കവാറും തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ചോദ്യം ഒന്നുകൂടി, ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ കാരണം ഏതാണ്? ചൗരി ചൗര സംഭവം. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ശുദ്ധജലം ശാസ്താംകോട്ട. ശുദ്ധജലം ശാസ്താംകോട്ട. ഓക്കെ, ശുദ്ധയും ഷായും വെച്ചിട്ടൊരു സംഭവം പിടിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. നെക്സ്റ്റ് ചോദ്യം, കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ആൻസർ കോട്ടയമാണ്. കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ്? ആൻസർ കണ്ണൂരാണ്. കണ്ണൂരാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? സിംഹ സഫാരി പാർക്ക് എവിടെയാണ്? ആൻസർ നെയ്യാർ. നെയ്യാർ. കേരളത്തിലെ ഏക സിംഹ സഫാരി പാർക്ക് നെയ്യാറാണ്. നെയ്യാർ. അടുത്തത്, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ വെച്ചിട്ട് എവിടെയാണ് സ്ഥലം? ആൻസർ ഓപ്ഷൻ സി, കഞ്ചിക്കോട് ഇല്ലേ? കഞ്ചിക്കോട്. പാലക്കാടൊക്കെ ഓർത്താൽ മതി. കഞ്ചിക്കോട്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചിക്കോട് പാടം ഇല്ല. അതിങ്ങനെ ഫാൻ, ഇങ്ങനെ വലിയ ലീഫുള്ള ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. കുറേ ഭൂമി ഉണ്ടാവണം അതിന്, എങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാട്ടിൻ്റെ. അപ്പോൾ അങ്ങനെ കുറേ ഭൂമി പാലക്കാടിൻ്റെ ആ ഭാഗം, കഞ്ചിക്കോട് ഭാഗത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇവിടെ ഒരു സംഭവം വന്നേക്കുന്നത്. വിശാലമായ പ്രദേശത്ത് ഇങ്ങനെ ഫാൻ മാത്രം വലിയ ലീഫോട് കൂടിയ സംഭവം ഇങ്ങനെ നല്ല കൂർത്തിരിക്കുക, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഓർത്താൽ മതി. അപ്പോൾ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? കഞ്ചിക്കോടാണ്. കഞ്ചിക്കോടാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. പെരിയാർ. നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. നെക്സ്റ്റ്, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ്? ആൻസർ PT ഉഷ. PT ഉഷയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? ആൻസർ നീണ്ടകരയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം ഏതാണ്? നീണ്ടകരയാണ്. അടുത്ത ചോദ്യം, ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കേരളം. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും അധികമുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? സിമ്പിളായി പറഞ്ഞാൽ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ. സമത്വവും കുണ്ടയും കൂടി ഒരു ഇത് കൊടുക്കുക. സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ ഇല്ലേ?
അത് നമ്മൾ ഹോളിരിക്കുമ്പോൾ തെറ്റാ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ, അതൊന്ന് എഴുതി പഠിക്കുകയൊക്കെ ചെയ്യണം. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. അടുത്തത്, താഴെ പറയുന്നവയിൽ വക്കം മൗലവിയുമായി ബന്ധമില്ലാത്ത പ്രസിദ്ധീകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അൽ അമീൻ. ബന്ധമില്ലാത്തത് അൽ അമീൻ. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് എതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. നെക്സ്റ്റ് ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, വി ടി ഭട്ടതിരിപ്പാട്. അല്ലേ, നമ്പൂതിരി സമുദായം, വി ടി ഭട്ടതിരിപ്പാട്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്തത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള കാര്യം. അല്ലേ, അദ്ദേഹം ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പറയുന്നുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായി മതി എന്ന് പറയുന്നുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുമെന്നും ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട്. അല്ലേ, അദ്ദേഹം ചേർക്കൂലി കിട്ടണം. അത് നെക്സ്റ്റ്, ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? അല്ലേ, നമുക്കവിടെ ഒരു ഹിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? ഉത്തരം വേഗം പറയാൻ പറ്റും. അല്ലേ, പ്രാചീന മലയാളം. ചട്ടമ്പിയുടെ പ്രാചീന. അല്ലേ, ചട്ടമ്പിക്ക് പ്രാചീന ചട്ടമ്പി. ചട്ടമ്പി സ്വാമികൾ പ്രാചീന മലയാളം. കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഏതാണ്? ആൻസർ ഇരവിപേരൂർ. കുമാരൻ്റെ. അല്ലേ, കുമാരൻ്റെത് ഇരവിപേരൂർ. അല്ലേ, രായുടെ ബഹളമാണ് അതിനകത്ത് കേട്ടോ. ഇരവിപേരൂരാണ്. അല്ലേ, വിട്ട് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അപ്പോൾ കുമാരഗുരുദേവൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഇരവിപേരൂർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മന്നത്ത് പത്മനാഭൻ. തൊട്ട് മുമ്പിലത്തുള്ള വീഡിയോ കണ്ടാൽ, ലാസ്റ്റ് ഗേറ്റ് സർവൻറ്റിനുള്ള ആ വീഡിയോ കണ്ടാലും എത്ര ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആവും നമുക്ക് മനസ്സിലാക്കും. അല്ലേ, അപ്പോൾ 2018 ചോദ്യപേപ്പറായിരുന്നു അത്. ഈ 17 ചോദ്യപേപ്പർ തന്നെ റിപ്പീറ്റ് എന്ത് ചെയ്തു, അടുത്ത പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്. അല്ലേ, അപ്പോൾ നോക്കിയാൽ മതി. സവർണജാഥ സംഘടിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭൻ. നെക്സ്റ്റ്, അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടേതാണ്. സാധുജന പരിപാലന സംഘമാണ്. അല്ലേ, അടുത്തത്, കേരള സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? എല്ലാവർക്കും അറിയാം. ആൻസർ 1956 കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ്? ആൻസർ ത്വക്കാണ്. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ 5 അല്ലേ, കണ്ണ്, പിന്നെ മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അല്ലേ, എന്നിങ്ങനെ പോകുന്നു. 5 എണ്ണം നമുക്കുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഇങ്ങനെ ത്വക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊലിയാണ്. അങ്ങനെ 5 എണ്ണം നമുക്കുണ്ട്. ഏറ്റവും വലുത് ആര് തന്നെയാണ്? ത്വക്ക്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ച് കിടക്കുന്ന ആരാണ്? ത്വക്കാണ്, തൊലിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കെന്ന് പറയും. ജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞാൽ നമുക്ക് വികാരങ്ങളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വികാരങ്ങളല്ല, നമുക്ക് സ്പർശിച്ചറിയാൻ കഴിയുന്നവയും കാണാൻ കഴിയുന്നതും കേൾക്കാൻ കഴിയുന്നതും നമുക്ക് അറിയാൻ കഴിയുന്നതെല്ലാം, നമ്മുടെ ശരീരത്തിന് അറിയാൻ കഴിയുന്ന എല്ലാ സംഭവങ്ങളൊക്കെ ജ്ഞാനം കിട്ടുന്ന സാധനങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ. അല്ലേ, കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നു, മൂക്കുകൊണ്ട് ഗന്ധം അറിയാൻ കഴിയുന്നു, ത്വക്കുകൊണ്ട് നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നു. അല്ലേ, അതുപോലെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നു, നാക്കുകൊണ്ട് രുചി അറിയാൻ കഴിയുന്നു. അപ്പം അതുകൊണ്ട് ജ്ഞാനം നമുക്ക് എന്താണ്? അറിവ് എന്നല്ലേ, അറിവ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു അതാണ് ജ്ഞാനേന്ദ്രിയം ഉദ്ദേശിക്കുക. അപ്പോൾ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഇപ്പോൾ ഏറ്റവും വലുതാര് തന്നെയാണ്? ത്വക്കെന്ന് ഓർത്തിരിക്കുക. സ്പർശിക്കുമ്പോൾ അറിയാൻ കഴിയുന്നു. അടുത്ത ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? ഡെങ്കിപ്പനി
പരത്തുന്ന ജീവി ഏതാണ്? ഈഡിസ് അല്ലേ. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്ന ജീവികൾ. അടുത്തത്, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ് അല്ലേ. ഹീമോഗ്ലോബിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? HB അല്ലേ. അത് 12 റേഞ്ച് മുതൽ 15 വരെ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട ഒന്നാണെന്ത്? ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണുക? ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൽ ചുമ്മാ കാണപ്പെടുന്നതാണോ? അല്ല. പിന്നെ എവിടെയാണത് കാണുക? നമ്മുടെ ശരീരത്തിൽ രക്തമുണ്ട് അല്ലേ. രക്തത്തിനകത്ത് രക്തകോശങ്ങളുണ്ട്. രക്തമുണ്ട്, ബ്ലഡുണ്ട്, രക്തമുണ്ട്. രക്തത്തിൽ രക്തകോശങ്ങളും പ്ലാസ്മയും ഉണ്ട് വേറെ. അപ്പോൾ രക്തകോശങ്ങളിൽ ആണെന്നുള്ളത് 3 തരം കോശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിളായി എഴുതിയ ചുവന്ന രക്താണുക്കൾ അല്ലേ. ചുവന്ന രക്താണുക്കൾ എന്ന് പറയും. പിന്നെ ശ്വേത രക്താണുക്കൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. പിന്നെ പ്ലേറ്റ്ലെറ്റുകളുമുണ്ട് അല്ലേ. നമുക്ക് പനിയൊക്കെ വരുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ അളവ് കൂടാന്ന് പറയില്ലേ. അപ്പോൾ നമ്മൾ ബ്ലഡിൽ കാണപ്പെടുന്ന സാധനമാണ്. അപ്പോൾ ചുവന്ന രക്താണുക്കളിലാണ് ആര് കാണപ്പെടുക? ഹീമോഗ്ലോബിൻ കാണപ്പെടുക. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എപ്പോഴും 12 to 15 അത് നോർമലായി വെച്ചേക്കണം. അതിൽ കുറയുമ്പോഴെന്തുണ്ടാവുക? നമുക്ക് അനീമിയാണെന്ന് പറയില്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ധാതുക്കൾ, ഇരുമ്പിൻ്റെ ആവശ്യം അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇരുമ്പിൻ്റെ അളവ് കുറയില്ലേ. പണ്ടൊക്കെ ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് പാചകം ചെയ്യുമായിരുന്നു. കാരണം നമുക്ക് ശരീരത്തിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യം കിട്ടില്ല. പാചകം ചെയ്യുമ്പോൾ കുത്തികളൊക്കെ കുറച്ച് എന്തെങ്കിലും വരില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു രാസഘടന വെച്ചിട്ട് ഇരുമ്പ് നമുക്ക് അത്യാവശ്യം കുറയത്തില്ലായിരുന്നു. അപ്പോൾ ഇരുമ്പ് ചീനിച്ചട്ടി പണ്ടത്തെ ഒരു കഥയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പോഴതല്ല, ഇപ്പോഴും നോൺ സ്റ്റിക്കല്ല. അത് പോട്ടെ. അപ്പോൾ നമുക്ക് ഇരുമ്പ് എന്താണ് ശരീരത്തിന് അത്യാവശ്യം വേണ്ട ഘടകമാണ്. അത് ആർക്ക് വേണ്ടി വേണം? ഹീമോഗ്ലോബിന് വേണം അല്ലേ. ഹീമോഗ്ലോബിൻ, ഇത് ഇരുമ്പില്ലേ എന്ത് സംഭവിക്കുക? ഹീമോഗ്ലോബിൻ്റെ അളവും കുറയും. അപ്പം ഇരുമ്പുണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിൻ ശരിയായി പ്രവർത്തിക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇരുമ്പുണ്ട്. അതായത് ഹീമോഗ്ലോബിനകത്ത് 2 പാർട്ടുണ്ട്. ഹീം എന്ന പാർട്ടുമുണ്ട്, ഗ്ലോബിൻ എന്ന പാർട്ടുമുണ്ട്. ഹീം എന്ന പാർട്ടും അതുപോലെ ഗ്ലോബിൻ എന്നൊരു പ്രോട്ടീൻ പാർട്ടുമുണ്ട്. ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റാണ്. അപ്പോൾ അതിനകത്തുള്ള ഹീമിൽ ആരുണ്ട്? ഈ ഇരുമ്പ് വേണം. അപ്പോൾ ഇത് 4 യൂണിറ്റൊക്കെ എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ ഇരുമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീം എന്ന പരിപാടി ഉണ്ടാവുള്ളൂ. അതോട് ചേരുമ്പോഴാണ് ഹീമോഗ്ലോബിൻ ആവുക. അപ്പോൾ നോക്കുക, ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ അല്ലേ, ഇത് 12 to 15 വേണം. ആര്? ഹീമോഗ്ലോബിൻ വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇരുമ്പ് ധാതു ഉണ്ടെങ്കിൽ മാത്രമേ ഹീമോഗ്ലോബിൻ്റെ ഈ അളവ് അവിടെ അതുപോലെ കാണും. അപ്പോൾ ഇരുമ്പ് കുറയുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവും കുറയുന്നു. അപ്പോൾ നമ്മൾ എന്തായിട്ട് മാറുന്നു? അനീമിക്കാവുന്നു. വിളർച്ചയുണ്ടാവും അല്ലേ. അപ്പം എവിടെയാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്? ചുവന്ന രക്തമാണ്. ബ്ലഡ് കുറയുക എന്ന് പറയുന്നു. ചുവപ്പ് ബ്ലഡല്ലേ, ബ്ലഡ് കുറയുക എന്ന് പറയും. പൊതുവേ നമ്മൾ എന്താ പറയുക? ബ്ലഡ് കുറഞ്ഞെന്ന് പറയും. അപ്പോൾ ആരെവിടെ കുറയാം? ഹീമോഗ്ലോബിൻ കുറയാം. ഇരുമ്പിൻ്റെ കൗണ്ടും ഇരുമ്പിൻ്റെ എണ്ണവും കുറയാം. ഓക്കെ. അപ്പോൾ എന്താണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ് അത്രയ്ക്ക് പ്രാധാന്യം. ഇരുമ്പ് എന്ന് പറയുന്ന ചീരകളിലും പച്ചച്ചീര അതുപോലെ ചീരകളിലൊക്കെ ഇലക്കറികൾ മുരിങ്ങയിലൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റാണ് ഇരുമ്പെന്ന് പറയുന്നത്. ഓക്കെ. അതും ചോദ്യം വന്നിട്ടുണ്ട്. എവിടെ? ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യ പദാർത്ഥങ്ങൾ എന്നുള്ള ഈ LGS ലെവൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചുവന്ന രക്താണുക്കളിലാണ് അടങ്ങപ്പെടുന്നതാണെന്ത്? ഹീമോഗ്ലോബിൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ജീവകം ഡി അല്ലേ. ജീവകം ഡി. അപ്പോൾ അതിൻ്റെ പേരെന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നും കൂടി ജീവകം ഡിയെ പറയുന്നുണ്ട്. സൺഷൈൻ വൈറ്റമിൻ എന്നും ജീവകം ഡിയെ പറയുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ അഭാവത്തിൽ ജീവകം ഡി നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു? സൂര്യപ്രകാശത്തിൽ ലഭിക്കുന്നു. ജീവകം ഡി ഇല്ലെന്ന് വെച്ചോളൂ അല്ലേ. കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ജീവകം ഡിയുടെ അഭാവത്തിൽ നമുക്ക് എന്ത് അസുഖമുണ്ടാകുന്നു? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗമുണ്ടാകുന്നു. അതായത് കൈയും കാലുമൊക്കെ അകത്തേട്ട് വളഞ്ഞിരിക്കുന്നൊരവസ്ഥയാണെന്ത്? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് രോഗം. എൻ്റെ പടം കാണുമ്പോൾ ചെറിയൊരു കുട്ടി കറുത്തിൽ ഇരുണ്ടിരിക്കുന്നൊരവസ്ഥ. പിന്നീട് എന്താണ്? വയറ് വീർത്തിരിക്കുന്നു. പക്ഷേ അതിനെന്താണ്? കാലുകളും കൈകളും വളരെ ശോഷിച്ചിട്ട് മടങ്ങിയിരിക്കും ഇങ്ങനെ. അതാണ് കണ രോഗത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ. അപ്പം ജീവകം ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ത്? കണ എന്ന അവസ്ഥ. ഓക്കെ. ജീവകം ഡി കുറയുമ്പോൾ നമുക്കറിയാം എന്ത് അവസ്ഥ ഉണ്ടാവുക? നിശാന്തതയാണ്. എന്നുവെച്ചാൽ കണ്ണ് കാണാത്ത അവസ്ഥ. നിശാന്തത, ഇത് ഇജ്ജല്ലേ, നിശാന്തതയാണ്. തായും കൊണ്ട് നിശാന്തത അറിയാൻ എനിക്ക് എഴുതാം കേട്ടോ. നിശാന്തത എന്താ ഇങ്ങനെ?
നിശാന്തത എന്ന് വെച്ചാൽ ഈ ഒരു വാക്കാണ്. ഓക്കെ, ഇതാണ് അസുഖം. നിശാന്തതയാണ് ഉണ്ടാവുക, നിശാന്തത. ജീവകം സി എന്ന് പറയുമ്പോൾ എന്താണ്? ആ പേരിൽ തന്നെ നമുക്കൊരു സെസ് വെച്ച് പിടിക്കുക. അതാണ് സ്കർവി എന്ന് പറയും. സ്കർവി ജീവകം മോണിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയാണ് ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന പരീക്ഷിക്കുക. ജീവകം എയുടെ കുറവുകൊണ്ടുള്ള അസുഖം എന്താണ്? നിശാന്തതയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥയാണെന്ത്? നിശാന്തത. ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാം. ജീവകം സി എന്താണ്? സ്കർവിയാണ്. ജീവകം ഡി കുറയുമ്പോഴെന്താ? കണരോഗം ഉണ്ടാകും. ബി കുറയുമ്പോഴോ വന്ധ്യത, ഇല്ലേ? വന്ധ്യത. കുട്ടികൾ രണ്ടെണ്ണം ഉണ്ട് ഇങ്ങനെ. വന്ധ്യത കുട്ടികൾ ഉണ്ടാകാത്ത അവസ്ഥയാണ് വന്ധ്യത എന്ന് പറയും. അപ്പോൾ ചോദ്യം എന്താണ് ഇവിടുത്തെ നമ്മുടേത്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. അതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നും പറയാറുണ്ട്. ഓക്കെ അല്ലേ? സൺഷൈൻ വൈറ്റമിൻ എന്നും പറയാറുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം എങ്ങോട്ടാണ് അടിക്കുക? അപ്പോൾ ഡിഗ്രി ലെവലായി പോവാം എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ. സൂര്യപ്രകാശം എങ്ങോട്ടാണ് അടിക്കുമ്പോൾ ത്വക്കിലേക്ക് അടിക്കുമ്പോൾ ത്വക്കിനടിയുന്നുണ്ട് കൊഴുപ്പില്ലേ? ആ കൊഴുപ്പിൽ എർഗോസ്തിറോളും കാൽസിഫോർ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ എർഗോസ്തിറോൾ എന്ന് പറയും. അവരാണ് എന്ത് ചെയ്യുക? നമ്മൾ ജീവകം ഡി എന്നും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുക. ഇവിടെ ത്വക്കിനടിയിലുള്ള കൊഴുപ്പാണ് എന്ത് ചെയ്യുന്നത്? ഈ ജീവകം ഡിയെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ എർഗോസ്തിറോൾ എന്നുള്ള വാക്കൊക്കെ ഓർത്തെടുത്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ആൻസർ ജലദോഷം എന്ന് പറയുമ്പോൾ എന്താണ്? വൈറസ്. സിമ്പിളായി നമുക്ക് എഴുതാമല്ലോ. ഒരാൾക്ക് ജലദോഷം വന്നാൽ അടുത്തിരിക്കുന്ന എല്ലാവർക്കും പിടിക്കും. തുമ്മിയാൻ ചുറ്റി പിടിക്കില്ല. വൈറസ് അങ്ങനെ വേണം നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റും. വൈറസ് അറിയണമെന്നേ ഇല്ല. ഒരാൾക്ക് ജലദോഷം വന്നാൽ അടുത്തിരിക്കുന്ന ആൾക്ക് പകരും. ആര് മുഖേന പകരത്തുള്ളൂ? വേഗം പകരുന്ന ആരെ കൊണ്ടാണ്? വൈറസ്. ഇല്ലേ? വൈറൽ ഫീവർ എന്ന് പറയാറില്ലേ? വൈറസ് കൊണ്ടാണ് വേഗം പകരുക. അപ്പോൾ അത് വെച്ച് നമുക്ക് വേണം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജലദോഷത്തിന് കാരണം രോഗം വൈറസ്, അല്ലേ? റൈനോ വൈറസ് എന്നൊക്കെ പറയാം. റൈനോ വൈറസ് ചോദിച്ചാൽ റൈനോ വൈറസ് അല്ലെങ്കിൽ വൈറസ് തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഡോട്ട്സ് ഏത് രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഡോട്ട്സ് അതറിയാത്ത ശരിക്കും ആരല്ലേ ഉള്ളത്? ക്ഷയരോഗമാണ്, അല്ലേ? ഡോട്ട്സ് രോഗത്തിൻ്റെ ചികിത്സ. ക്ഷയരോഗം. ഓക്കെ, ക്ഷയരോഗം എന്ന് പറയുമ്പോൾ ട്യൂബർക്കിൾ ബാസിലസ്, TB, ട്യൂബർക്കിൾ ബാസിലസ്, അല്ലേ? TBക്ക് വേണ്ടി നമ്മൾ അതിനുവേണ്ടി ആദ്യം ഒരു എന്തെടുക്കുക? ഒരു കുത്തിവയ്പ്പ് എടുക്കാറുണ്ട്. പേരെന്താണ്? BCG, അല്ലേ? BCG എന്ന് പറയും, അല്ലേ? BCG എടുക്കാറുണ്ട്. കാരണം ട്യൂബർക്കിൾ ബാസിലസ് ക്ഷയരോഗത്തിനെതിരെ നമ്മൾ ആദ്യം കുട്ടികളിൽ കുഞ്ഞുനാളിൽ ആ സമയത്ത് 6 മാസമൊക്കെ മുമ്പ് തന്നെ എടുക്കുന്നൊരു വാക്സിനേഷനാണ്, പ്രതിരോധ കുത്തിവയ്പ്പാണെന്ത്? BCG എന്ന് പറയുന്നത്. മറക്കണ്ട, BCG ഓർത്തിരിക്കാൻ മതി. ക്ഷയരോഗം. അപ്പോൾ ഡോട്ട്സ് ചികിത്സ എന്താണ്? ക്ഷയത്തിൻ്റെയാണ്. ട്യൂബർക്കിൾ ബാസിലസ്, അല്ലേ? ട്യൂബർക്കിൾ ബാസിലസ് എന്ന് ഓർത്തിരിക്കുക. ബാക്ടീരിയ തന്നെയാണ് അത്. ഇനി BCG ക്ഷയരോഗവുമായി ബന്ധപ്പെട്ടൊരു പ്രതിരോധ കുത്തിവയ്പ്പ് ആദ്യം നമ്മൾ കുഞ്ഞുനാളിലെ എടുക്കുന്ന വളരെ കുഞ്ഞായിരിക്കുമ്പോഴേ എടുക്കുന്ന കുത്തിവയ്പ്പെന്നും കൂടി ഓർത്തിരുന്നാൽ മതി. BCGയും കൂടി ഓർക്കുക കേട്ടോ. നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ക്ഷയരോഗം വരുമ്പോൾ എടുക്കുന്ന അസുഖം ഇതെന്താണ്? ആ ചികിത്സയാണെന്ത്? ഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോട്ട്സ് എന്ത് രോഗത്തിൻ്റെയാണ്? ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് ട്യൂബർക്കിൾ ബാസിലസ്, TB. ഓക്കെ, TB ഓർത്താൽ മതി. നെക്സ്റ്റ്, അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, അന്നജം. ആൻസർ ഓപ്ഷൻ ഡി, അന്നജം, അല്ലേ? നമുക്കറിയാം അന്നജം, ചോറ് അന്നജമാണെന്നറിയാം. ചോറ് അന്നജമാണെന്ന് നമുക്ക് അരിയിലടങ്ങിയിരിക്കുന്ന അന്നജമാണ്, അല്ലേ? സ്റ്റാർച്ച് അന്നജമാണെന്നറിയാം. മാംസം എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ കഴിയും. മാംസ്യം നമ്മുടെ ഇറച്ചി, അല്ലേ? ഇറച്ചി മീനിലുമൊക്കെ മാംസ്യമാണ് ഉള്ളത്. കൊഴുപ്പെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മുടെ എണ്ണകളിൽ, അല്ലേ? എണ്ണകളിലെല്ലാം കൊഴുപ്പുള്ളത്. ജീവകം എന്ന് പറയുമ്പോൾ എന്താണ്? മെയിൻലി പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്കെന്ത് പറയാം? പച്ചക്കറികളിലാണ് ജീവകങ്ങൾ എന്ന് പറയും, അല്ലേ? മിനറൽസ് എന്ന് പറഞ്ഞാൽ പച്ചക്കറികളിലാണ് വൈറ്റമിൻസ് എന്ന് പറയും. എന്നാൽ ഫ്രൂട്ട്സിലും ഫ്രൂട്ട്സിലും വിറ്റമിൻസ് ഉണ്ട്, അല്ലേ? എല്ലായിടത്തും ഉണ്ട് വിറ്റമിൻസ്. പച്ചക്കറികളിലും പഴം പച്ചക്കറി എന്ന് ഓർത്താൽ മതി. ജീവകം പഴം പച്ചക്കറി എന്ന് ഓർത്താൽ മതി. ജീവകം വിറ്റമിൻസ് എന്നാണ് ഓർക്കുക. ജീവകം എന്ന് പറഞ്ഞാൽ ഒരു നോട്ടത്തിൽ, ഇല്ലേ? അറിയില്ലെങ്കിൽ പോലും വിറ്റമിൻസ് നമുക്ക് ഏറ്റവും കത്തുക. അപ്പോൾ പഴം പച്ചക്കറിയാണ് ജീവകം, അല്ലെങ്കിൽ വിറ്റമിൻസിൻ്റെ കൂടെ കാണപ്പെടുന്ന ഓർത്താൽ മതി. നെക്സ്റ്റ് ചോദ്യം, പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലാണ്. നെക്സ്റ്റ്, കേരളത്തിലെ തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ആൻസർ ഓപ്ഷൻ എ, ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ലയിലാണ്. ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ്? ആഗോളതാപനത്തിന് കാരണമായ വാതകം ഏതാണ്?
ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടി വരുമ്പോൾ ചൂട് കൂടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് ചൂടിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഓർത്താൽ മതി. നെക്സ്റ്റ് ചോദ്യം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ നീൽസ് ബോർ ആണ് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസ് ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണുകളും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട് അല്ലേ. ഇലക്ട്രോണും പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണും ന്യൂട്രോണും ഏറ്റവും അകത്താണെങ്കിൽ പോലും ഇല്ല, ചുറ്റി ആരുണ്ട്? ഇലക്ട്രോൺ എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജുള്ള സാധനം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഇലക്ട്രോൺ ഇവ രണ്ടും അടുത്തുമായിരിക്കും. അപ്പോൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ സഞ്ചരിക്കുന്നു, അത് ഷെല്ലുകളിലൂടെയാണെന്ന് കണ്ടെത്തിയത് ആരാണ്? ആരാണിത്? നീൽസ് ബോർ ആണ്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ബോക്സൈറ്റ് ആൻസർ അലൂമിനിയത്തിൻ്റെ അയിരാണ്. അടുത്ത ചോദ്യം, മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്? നമുക്ക് മെൻഡലിയേഫിനെ അറിയാം, പീരിയോഡിക് ടേബിൾ അറിയാം അല്ലേ. കെമിസ്ട്രി പുസ്തകം എടുക്കുമ്പോൾ ചാപ്റ്റർ തുടങ്ങും, ടെക്സ്റ്റിൻ്റെ ബാക്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജിൽ എന്തുണ്ട്? പീരിയോഡിക് ടേബിൾ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലെങ്കിലും നോക്കിയിട്ടുണ്ടോ അതിനെ? ആൻസർ എന്താണ്? അറ്റോമിക മാസ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. അറ്റോമിക മാസാണ്. മൂലകങ്ങൾ അവയുടെ ഏത് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്? അറ്റോമിക മാസ്. ഇന്നിപ്പോൾ അതല്ല അവസ്ഥ അല്ലേ. ടീച്ചേഴ്സ് തന്നെ പറയാറുണ്ട് അതിൻ്റെ ചാർട്ട് അതേപോലെ വരച്ച് അതിൻ്റെ ഒരു ബ്രീഫായിട്ട് കൊടുക്കണമെന്ന് പിള്ളേരോട് ചാർട്ട് ഉണ്ടാക്കി കൊടുക്കാൻ. അന്നൊക്കെ ചാർട്ടില്ല അല്ലേ. ടീച്ചേഴ്സ് ട്രെയിനിങ് പഠിക്കുന്നവർക്ക് മാത്രം ചാർട്ട് ഉണ്ടാക്കി വെച്ചാൽ മതി. കുട്ടികൾക്ക് ചാർട്ടൊന്നും അന്നില്ല, ഞാൻ പഠിക്കുന്ന കാലത്തില്ല. ഇപ്പോൾ പക്ഷേ എന്താണ്, നമ്മുടെ ഈ പീരിയോഡിക് ടേബിളിൻ്റെ സഹിതം ചാർട്ടുകൾ കുട്ടികളോട് ഒരു ബ്രീഫായിട്ട് ചുരുക്കത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയുകയും ചെയ്യും. ഇപ്പോഴുള്ളവർക്കെല്ലാം അറിയാം, പഴയ ആൾക്കാരോട് തന്നെയാണ് പറയട്ടെ, പുതിയ ആൾക്കാരോടല്ല. നിങ്ങൾക്കൊക്കെ എല്ലാം അറിയാം, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് എല്ലാവരും. അപ്പോൾ മെൻഡലിയേവ് പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ, ഒരെണ്ണം പറയാൻ ഇത്രയും പറഞ്ഞു കേട്ടോ, അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചേക്കുന്നത്. അടുത്ത ചോദ്യം, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം ഏതാണ്? നൈട്രജൻ സംയുക്തം NO2, അത് NO എന്നുള്ളത് N2O ആയിട്ട് മാറും. കറക്റ്റ് ആൻസർ കേട്ടോ. നൈട്രേറ്റുകളായിട്ടാണ് മാറ്റപ്പെടുക. നൈട്രേറ്റ് N2O ആണ് ഇവിടെ കാണേണ്ടത്. N2O നൈട്രേറ്റുകളായിട്ടാണ് അത് കാണപ്പെടുക. അതായത് അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ഇടിമിന്നലാകുമ്പോൾ നൈട്രേറ്റുകളാകും. അതെങ്ങോട്ടതായിട്ട് പോകാതെ അതെങ്ങോട്ടാണ് പോവുക? അതായത് അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയത് മഴവെള്ളമാവുന്നില്ല, ഭൂമിയിലേക്ക് ലയിച്ചു വരും. ഭൂമിയിൽ അത് എവിടെ കയറും? ശരിക്കും പറഞ്ഞാൽ അവിടെ അല്ലേ നേരത്തെ ഇന്നലെ പറഞ്ഞു റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്നത് പയർച്ചെടി ഇല്ലേ, പയർച്ചെടി. ആ പയർച്ചെടി എന്താണ്? അവിടെയൊക്കെ അതിൻ്റെയൊക്കെ വേര് മുഴയിനകത്ത് ഈ നൈട്രേറ്റുകൾ വന്നിട്ട് മാറാറുണ്ട്. അപ്പം ഇത് ഇടിമിന്നലുണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നൈട്രജൻ സംയുക്തം എന്ന് പറയുമ്പോൾ ഇവിടെ ആൻസർ ഇല്ല, N2O എന്ന് ഞാൻ പറഞ്ഞില്ല, നൈട്രേറ്റുകൾ എന്നാണ് പറയുക. ആ നൈട്രേറ്റുകൾ എങ്ങോട്ട് പോകുന്നു? ഈ ജലത്തിൽ ലയിച്ചു ചേരുന്നു. അത് എങ്ങോട്ട് പോകും? ഇതുപോലെ പയർച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ, പയർച്ചെടി പോലെ മുത്തങ്ങ ആയാലും മതി അല്ല, അതിൻ്റെയൊക്കെ വേര് മുഴൽ എന്ത് വേണം? ഇതുപോലെ റൗണ്ട് സാധനം വേര് മുഴകളുണ്ടാകും. ആ മുഴകളിലാണ് റൈസോബിയം പോലുള്ള ബാക്ടീരിയ ഉണ്ട്. അവർക്ക് ഇതിനെ അവിടെ ഉറപ്പിച്ച് നിർത്താനുള്ള കഴിവ്. ഉറപ്പിച്ച് നിർത്താൻ അവിടെ നൈട്രജൻ ആക്കിയിട്ട് നമ്മുടെ ചെടിക്ക് ഉപകാരമാകുന്ന വിധത്തിൽ എടുക്കാൻ പറ്റുന്ന വിധത്തിൽ അവർക്ക് ആർക്ക് കഴിയും? റൈസോബിയം ബാക്ടീരിയക്ക് കഴിയും. അപ്പോൾ ഈ ലയിച്ച് വരുന്ന നൈട്രേറ്റുകളെ റൈസോബിയത്തിന് എന്ത് കഴിയുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ്സിന് നൈട്രജൻ ഉപയോഗിക്കാൻ പറ്റിയ വിധത്തിൽ ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ ഇടിമിന്നലുണ്ടാകുമ്പോൾ നൈട്രേറ്റുകളാവുന്നു. അത് ആരുപയോഗിക്കും? റൈസോബിയം ബാക്ടീരിയ ഉപയോഗിക്കുന്നു. അവരെ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഈ ചെടികൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു ചക്രം. അതാണ് ഇടിമിന്നലുണ്ടാകുന്നു അല്ലേ, അത് നൈട്രേറ്റുകളാകുന്നു. അവിടെ താഴെ മണ്ണിലെടുക്ക് വരുന്നു.
ഈ അതാണ് റൈസോം പോലുള്ള ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ എന്നാണ് പറയുക, അവരെടുക്കുന്നു. അവർ വഴി ആർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്? ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ചെടികൾക്കത് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രജൻ. അല്ലേ, നമ്മുടെ കാലത്ത് ഏറ്റവും അധികം ഇപ്പോൾ യൂസ്ഫുൾ ആവുന്ന സംഭവം ഹൈഡ്രജനെ ഓർക്കുക. ഹൈഡ്രജൻ പ്രസക്തമായൊരു ക്വസ്റ്റ്യനാണ് ഹൈഡ്രജൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തി ജൂളാണ്, വർക്ക് ജൂള്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? ആൻസർ 120 ഡിഗ്രി സെൽഷ്യസ്. 120 ഡിഗ്രി സെൽഷ്യസ്. അതുകൊണ്ടാണ് പെട്ടെന്നത് വെന്ത് കിട്ടുക. അത് ഓർത്താൽ മതി. നെക്സ്റ്റ്, ഒരു ചുവന്ന വസ്തുവിനെ നീല ഗ്ലാസ്സിലൂടെ നോക്കിയാൽ കാണുന്ന വസ്തുവിൻ്റെ നിറം എന്താണ്? ആൻസർ ഓപ്ഷൻ സി കറുപ്പ് നിറമാണ്. ചുവപ്പും നീലയും കൂടെ ആകുമ്പോൾ കറുപ്പായിട്ട് തോന്നും. നെക്സ്റ്റ്, കള്ളനോട്ട് തിരിച്ചറിയുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അൾട്രാ വയലറ്റ് രശ്മികളാണ്. ഓക്കെ, അടുത്ത ചോദ്യം, പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വ്യാഴം. പാലായന പ്രവേഗം ഏറ്റവും കൂടിയ ഗ്രഹം ഏതാണ്? വ്യാഴം. അപ്പോൾ ഇതിൽ 80 ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അത് 2017 നമ്മൾ 10 പറയുമ്പോഴത്തേക്ക് കുറേ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനിയുള്ളത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ തന്നെ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു PDF നമുക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അവിടേക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു. നന്നായി പഠിക്കും.